ഹലോ, ഇറ്റ്സ് മീ ഗോപു ചിന്തയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ആണ്. അപ്പം എന്താണെന്ന് തമ്പ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. യെസ്, അപ്പോൾ നാളെ എൻ്റെ എൻറോൾമെന്റ് ആണ് കേട്ടോ. എത്ര നാളായിട്ട് ഞാൻ കാത്തിരിക്കുന്നൊരു ദിവസമാണ് നാളെ അങ്ങനെ എത്തിച്ചേരുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് വഴിയേ പറയാം കേട്ടോ. അപ്പം നമ്മളിതാ ഇന്ന് ശനിയാഴ്ചയാണ്, മെയ് 31. നമ്മൾ എറണാകുളത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം സമയം 3 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എറണാകുളത്ത് പോകുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് നിന്ന് എൻ്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട് ട്രെയിനിൽ. നമ്മളിതാ കാറിൽ മലപ്പുറത്ത് നിന്നും എറണാകുളത്തേക്ക് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടുത്തെ PWD റെസ്റ്റ് ഹൗസിൽ 2 റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നാളെയാണ് എൻ്റെ എൻറോൾമെൻറ്റ്. അപ്പം ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്, അതെല്ലാം നമുക്ക് വഴിയേ പറയാം. അപ്പം ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് നമ്മളിത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭാഗ്യത്തിന് ഇതാ ഇപ്പം മഴയൊക്കെ ഒന്ന് മാറി നിൽപ്പുണ്ട്. നാളെ വരെ മഴ പെയ്യരുതേ എന്നൊരു പ്രാർത്ഥന ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയേ കാണാം. ചിന്തിച്ചേട്ടാ, ആർ യു എക്സൈറ്റഡ്? പിന്നല്ലാതെ എത്ര ദിവസമായിട്ട് വെയിറ്റ് ചെയ്യണം, വട്ട വെയിറ്റിംഗ് ആണ്. പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം മാറ്റി വെച്ചു, നിരാശപ്പെട്ടു. അത് വീണ്ടും ഡേറ്റ് വന്നു, കൺഫേം ആയി. നമ്മൾ പൊളിക്കാൻ പോവുകയാണ്. ബാക്കിയെല്ലാം നാളെ. ഓക്കെ, അപ്പൊ നമ്മള് അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ യാത്ര തിരിച്ച് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ദേവൂട്ടൻ ഉറങ്ങിയ കേട്ടോ. അതൊരു കണക്കിന് ഭാഗ്യമായി, കാരണം ഞാൻ മാത്രമല്ല അവനെ എടുക്കാനുള്ളൂ. അപ്പം ഇങ്ങനെ ത്രൂ ഔട്ട് അവൻ ഇങ്ങനെ ഓണായിരുന്ന് വികൃതിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി പോയേനെ. ഭാഗ്യത്തിന് അവ ഉറങ്ങിയതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. അപ്പം നമ്മുടെ തിരൂരിൽ നിന്ന് എറണാകുളത്തേക്ക് 4 hour ആയിരുന്നു കേട്ടോ ടൈം കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ കുറേ ദൂരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമുക്ക് നല്ലപോലെ വിശന്ന് കേട്ടോ. അപ്പോൾ ചായ കുടിക്കാൻ കയറിയപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു കുറച്ച് ബറോട്ടയും ചിക്കനും കൂടെ തട്ടാന്ന്. അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറി നമ്മൾ ചിക്കനും ബറോട്ടയും കുറച്ച് കേട്ടോ, ഒരു 3 എണ്ണം വാങ്ങിച്ചിട്ട് നമ്മൾ 2 കൂടെ കഴിച്ചു. ദേവൂട്ടന് ഒരു ചെറിയ പത്തിരിയും കൂടെ കൊടുത്തു കേട്ടോ. കാരണം നമ്മൾ ഉച്ചയ്ക്ക് ലൈറ്റായിട്ട് കഞ്ഞി കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം യാത്രയൊക്കെ ഉള്ള സമയത്ത് നമുക്കിനി എല്ലാ ഫുഡൊക്കെ ഉണ്ടാക്കി പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി ഇറങ്ങുന്നത് പോസിബിൾ അല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു കഞ്ഞി മാത്രം വെച്ചിട്ട് കഞ്ഞി കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ നല്ലപോലെ വിശന്നപ്പോൾ ചായ കുടിക്കാൻ കയറിയെടുത്ത് നമ്മൾ പിന്നെ കുറച്ച് ബറോട്ടയൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളത് അവിടുത്തെ മിററൊക്കെ നോക്കി ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും അമ്മയൊക്കെ ട്രിവാൻഡ്രത്തുനിന്ന് ട്രെയിന് കയറിയിട്ടുണ്ട്. അവരെത്തുമ്പോഴത്തേക്ക് 9 മണിയൊക്കെ കഴിയും കേട്ടോ. നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ ഏകദേശം എറണാകുളത്ത് എത്താറായി. ഇനി ഒരു 20 കിലോമീറ്റർ കൂടെ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ എറണാകുളത്തേക്ക് പോയിട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടൈം ഉള്ളതുകൊണ്ട് നേരെ ഹൈക്കോർട്ടിൻ്റെ അവിടെയാണ് പോയത്. ഹൈക്കോർട്ടിൽ വെച്ചിട്ടാണ് നമുക്ക് എൻറോൾമെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഹൈക്കോർട്ടിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ എടുത്തിരുന്ന PWD റെസ്റ്റ് ഹൗസിലേക്ക്. അപ്പോൾ നേരത്തെ റൂമിൽ പോയിട്ട് ചുമ്മാ ഇരിക്കേണ്ടെന്ന് കരുതി നമ്മൾ ഹൈക്കോർട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉള്ള ഒരു ലോ ഹൗസിൽ കയറി. അവിടെ ഇതുപോലത്തെ നമ്മുടെ വക്കീലന്മാരുടെ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇതുപോലത്തെ ഒരു കോട്ടും ഈ ഒരു വൈറ്റ് കോളറും വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓൾറെഡി ഞാൻ വൈറ്റ് കോളറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇതും വാങ്ങിച്ചു. പിന്നെ നമ്മൾ പ്രാക്ടീസിനൊക്കെ പോകുമ്പോഴത്തേക്കും സാരീനെക്കാട്ടും കംഫർട്ടബിൾ ചുരിദാറാണല്ലോ. അപ്പം ചുരിദാർ ഇടുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു കോട്ടൂടെ വെയർ ചെയ്യണമായിരുന്നല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കോട്ടൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എറണാകുളത്ത് വന്നപ്പോഴത്തേക്കും ഓൾറെഡി നമ്മൾ ഗൗണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഗൗണൊന്നും എടുക്കേണ്ടിയിരുന്നില്ല. അപ്പോൾ നമ്മളിതെല്ലാം വാങ്ങിച്ച ശേഷം റൂമിലേക്ക് പോകുന്ന വഴിക്കതാ ഇതുപോലൊരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു ഒന്ന് ഇറങ്ങിയിട്ട് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കാമെന്ന്. അങ്ങനെ നമ്മളിതാ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതലും സ്കൂളൊക്കെ തുറക്കാറായതുകൊണ്ട് സ്കൂൾ ബാഗ്സും സ്കൂൾ ഐറ്റംസൊക്കെയാണ് കൂടുതൽ ഷോപ്പിലും കണ്ടത്. പിന്നെ ഇതുപോലെ വഴിയോരത്ത് ഇതുപോലത്തെ കമ്മലുകളും കാര്യങ്ങളും കുറച്ച് ഡ്രസ്സ് കടകൾ അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചുമ്മാ കുറച്ച് ദൂരമൊക്കെ നടന്ന് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് തിരിച്ചു പോവാണ്. പിന്നെ ഞാൻ നാളെ എൻറോൾമെൻറ്റ് ഫംഗ്ഷനിടെ ഞാൻ ഓൾറെഡി കുറച്ച് കമ്മലുകളൊക്കെ കരുതിയിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ നല്ലത് എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട 2 കമ്മൽ മാത്രം അവിടെ നിന്ന് എടുത്തോളൂ. പിന്നെ ദേവൂട്ടിന് 2 കളിപ്പാട്ടവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എറണാകുളത്തുള്ള PWD റെസ്റ്റ് ഹൗസിലെത്തി. ഇതാണ് നമ്മളെടുത്ത PWD റെസ്റ്റ് ഹൗസ് കേട്ടോ. അപ്പം ഇവിടെ എന്ന് പറയുന്നത് ഒരു റൂമിന് 600 ആണ് കേട്ടോ വരുന്നത്. ബാക്കി നമ്മൾ പോയിട്ടുള്ള എല്ലാ PWD റെസ്റ്റ് ഹൗസിലും 400 ആയിരുന്നു. ഇവിടെ മാത്രം 600 ആണ് വരുന്നത്. കാരണം അത്യാവശ്യം വലിയ റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എറണാകുളം ഹൈക്കോർട്ടിൻ്റെയൊക്കെ തൊട്ടടുത്തൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അത്യാവശ്യം ഇതിനൊരു 600 ആയിരുന്നു റേറ്റ്. അപ്പം നമ്മൾ റൂമെല്ലാം എടുത്ത ശേഷം നമ്മൾ ഓൺലൈനിലാണ് കേട്ടോ ബുക്ക് ചെയ്തത്. ഓൺലൈൻ
ബുക്കിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കാറിൽ നിന്ന് ലഗേജ് എല്ലാം എടുത്ത് റൂമിലേക്ക് പോവാണേ. അപ്പോൾ അച്ഛനും അമ്മയും എത്താൻ ഇനിയും ഒരു ഹാഫ് ആൻ അവറിൽ കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ റൂമൊക്കെ തുറന്ന് കുറച്ച് നേരം ഒന്ന് റൂമിലിരുന്ന് റെസ്റ്റൊക്കെ ചെയ്ത ശേഷമാണ് അച്ഛനും അമ്മയും പിക്ക് ചെയ്യാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോയത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമെന്ന് പറയുന്നത്. അത്യാവശ്യം വലിയ റൂം തന്നെയാണ് കേട്ടോ. 3 ബെഡുണ്ട്, പിന്നെ മേശയും കസേരയും. തൊട്ട് ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കടകളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ വന്നിട്ട് റൂമിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയൊരു റൂം കഴിഞ്ഞ് പിന്നെ കാണുന്നത് ഒരു ഡ്രസ്സിങ് റൂമാണ്. അവിടെ വാഷ് ബേസിനും മിററും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാത്റൂം ആണെങ്കിലും അത്യാവശ്യം വിശാലമായൊരു ബാത്റൂം തന്നെയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മളെടുത്ത് PWD റെസ്റ്റ് ഹൗസ് കേട്ടോ, എറണാകുളത്തെ. അങ്ങനെ ദേവൂട്ടൻ്റെ കട്ടിലിൽ കിടന്ന് കുറേ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അച്ഛനും അമ്മയും പിക്ക് ചെയ്യാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി കേട്ടോ. അവിടെ നിന്നൊരു 3 കിലോമീറ്റർ സംതിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നമ്മളൊരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ കാറിൽ കിടന്ന ദേവൂട്ടൻ ഭയങ്കര അക്രമമായിരുന്നു കേട്ടോ. ഇപ്പം മനസ്സിലായല്ലേ നേരത്തെ ഞാൻ പറഞ്ഞത് ദേവൂട്ടൻ ഉറങ്ങിയത് ഭാഗ്യമായി എന്ന്. അല്ലാന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ പാട് വിട്ടുപോയേനെ. അപ്പോൾ അച്ഛനും അമ്മയും എത്തിപ്പോയി. അപ്പോൾ അവരെത്തിയപ്പോഴത്തേക്കും ഒരു 9:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രെയിൻ കുറച്ച് ഡിലേ ആയിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് കേട്ടോ. ഞങ്ങൾ ഓൾറെഡി ചായ കുടിക്കാൻ നേരത്ത് ഫുഡ് കഴിച്ചതുകൊണ്ട് തന്നെ എനിക്കും ചിന്തിച്ചേട്ടന് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് അധികം ടൈം ആയതുകൊണ്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു പൊറോട്ട ഓർഡർ ചെയ്തു, ചിന്തിച്ചേട്ടൻ 2 ചപ്പാത്തി ഓർഡർ ചെയ്തു, അമ്മ ഒരു നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തു, അച്ഛനും പൊറോട്ടയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ വേണ്ടിയിരുന്നില്ല എന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തോന്നിപ്പോയി. ഒട്ടുമേ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ ഒരു പൊറോട്ട കഴിച്ചൊപ്പിച്ചു. പിന്നെ ദേവൂട്ടനും നെയ് റോസ്റ്റ്, അമ്മയുടെ നെയ് റോസ്റ്റിൽ നിന്ന് തന്നെ കുറച്ച് കൊടുത്തു. അവനും കഴിക്കാൻ കുറച്ച് പാടൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ടൈമൊക്കെ എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അച്ഛനും അമ്മയ്ക്കും വേറൊരു റൂമാണ് കിട്ടിയത് കേട്ടോ. പക്ഷേ ഈ റൂം കണ്ടപ്പോഴത്തേക്കും നമുക്ക് ഈ റൂം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മറ്റേ റൂമിൻ്റെ പോലെ തന്നെ സെയിം തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടി സ്പേസ് ഉള്ളതുപോലെ തോന്നി. പിന്നെ വാഷ് ബേസിൻ്റെ അവിടെയുള്ള മിറർ കൂടാതെ തന്നെ ഇവിടെ ഒരു സൈഡ് മിറർ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് റെഡി ആവാനൊക്കെ കുറച്ചുകൂടെ എളുപ്പം ഇവിടെയാണല്ലോ. അങ്ങനെ നമ്മൾ അച്ഛനും അമ്മയും പറഞ്ഞു ഈ റൂം നമ്മളോടത്ത് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ലഗേജുകളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കേട്ടോ. പിന്നെ കുറച്ച് നേരം എല്ലാവരും കൂടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ ശേഷം അവർ അവരുടെ റൂമിൽ പോയി. നമ്മളിത് കിടന്നുറങ്ങിപ്പോയി കേട്ടോ. എങ്ങനെ ഉറങ്ങി എപ്പോൾ ഉറങ്ങി എന്നൊന്നും അറിയാൻ വയ്യ. അത്രയും ടയേർഡായിരുന്നു. കാരണം എൻറോൾമെൻറ്റിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണം അതിനും തലേ ദിവസം ഞാൻ ഒട്ടുമേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത്രയും ദൂരത്തെ യാത്ര എല്ലാം കൂടെ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. ഇത് നമ്മുടെ എൻറോൾമെൻറ്റ് ഡേയുടെ എന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 6:30 ആയപ്പോഴത്തേക്ക് ഉറക്കം എണീറ്റിട്ടുണ്ടായിരുന്നു. ദേവൂട്ടം ഉണരും മുമ്പ് തന്നെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാം റെഡി ആവാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് റെഡി ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിതാ കുളിച്ച് തലയൊക്കെ നല്ല വൃത്തി തോർത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മേക്കപ്പിലേക്ക് കിടക്കാം. ഇന്ന് എൻ്റെ ഏറ്റവും ജീവിതത്തിൽ തന്നെ ഏറ്റവും സ്പെഷ്യലായിട്ടൊരു ഡേ ആണ് കേട്ടോ. എൻറോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്ര നാളായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പം ഇന്ന് ആ ദിവസം വന്നെത്തി. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പം എനിക്ക് 10 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. 11 മണിക്കാണ് എൻറോൾമെൻറ്റ്. ഇപ്പം 7:53 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതാ ഇവിടെ റെഡി ആവാൻ സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പം സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഗടിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് റെഡി ആയിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാനുള്ളതാണ്. അപ്പം നമുക്ക് ശബരിയെന്ന് പറഞ്ഞ് റെഡി ആവണം. അപ്പം എനിക്ക് എൻ്റെ LLBയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു മേക്കപ്പ് ചെയ്തുകൊണ്ട് തന്നെ അതൊക്കെ പറയാമെന്ന്. പക്ഷേ അതിനെനിക്ക് പറ്റുന്നില്ല കേട്ടോ. എനിക്ക് ഒരു സമയത്ത് ഒരു കാര്യം എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഒന്നിലും സംസാരം കൊളാവും, ഇല്ലെങ്കിൽ മേക്കപ്പ് കൊളാവും. അതുകൊണ്ട് ഞാനിപ്പം മേക്കപ്പ് ചെയ്യാം. പിന്നെ ഓൺ വോയിസിലൂടെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളും പറയാം. ഓക്കെ, അതല്ലേ നല്ലത്? അല്ലെങ്കിൽ രണ്ടിലേതെങ്കിലും ഒന്ന് തീരുമാനമാവും. അപ്പം നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച് പതിവിൽ നേരത്തെ തന്നെ ദേവൂട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. 7 മണിയായപ്പോഴേ ദേവൂട്ട് എണീറ്റ് വന്നു. അപ്പോൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിലൊക്കെ കയറി വന്നു കേട്ടോ. പിന്നെ അച്ഛനും അമ്മയും അവരുടെ റൂമിലേക്ക് എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ പറയാനുണ്ടെന്ന് പറഞ്ഞ വിശേഷം വേറെ ഒന്നുമല്ല, അബൌട്ട് മൈ LLB. ഇതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ അടുത്ത് ഫസ്റ്റ് തന്നെ ഒരുപാട് പേര് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഇത്രയും കാലവും ചോദിച്ചുകൊണ്ടിരുന്നു. ചോദിച്ചൊരു മെയിൻ ക്വസ്റ്റ്യനാണ് വൈ LLB ആഫ്റ്റർ BTech. BTech കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് LLB എടുത്തു എന്നുള്ളത്.
സത്യം പറഞ്ഞാൽ അതിന് ഉത്തരം എനിക്ക് തന്നെ അറിയില്ല എന്തുകൊണ്ടെന്നുള്ളത്. അപ്പം നമ്മൾ +2 കഴിഞ്ഞിട്ട് നമുക്കങ്ങനെ എന്താണ് ഏതാണെന്നൊരു ഐഡിയ ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പം അന്നത്തെ സമയത്തൊക്കെ ഡോക്ടർ, എഞ്ചിനീയർ എന്നൊക്കെ പറയുന്നതാണല്ലോ കുറച്ച് ഒരു എന്താ പറയുക ഒരു സംഭവം. അങ്ങനെ ഇപ്പോൾ എന്തായാലും എനിക്ക് ഡോക്ടർ എന്നൊരു പ്രൊഫഷനോട് തീരെ താല്പര്യമില്ല. പിന്നുള്ളത് എന്താ എഞ്ചിനീയർ. അങ്ങനെയാണ് ഞാൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് ചെന്ന് ചാടുന്നത്. അവിടെ ചെന്ന് ചാടി ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് മനസ്സിലായി ദിസ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്നുള്ളത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ചെന്ന് ചാടിയും കൊടുത്തു. പിന്നെ എന്താ, കണ്ണും പൊട്ടി അങ്ങ് 4 വർഷം പഠിച്ചു. പിന്നെ നമുക്ക് ആ ഒരു ട്രാക്കിലേക്ക് വരാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ ഒരു 4th ഇയർ ആയപ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചു എനിക്ക് ഈ ഒരു ഫീൽഡ് വേണ്ടാന്ന്. അപ്പോൾ ഒരു 4th ഇയർ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചു നേരെ ബാങ്ക് കോച്ചിങ്ങിന് പോവാം, ബാങ്കിൽ ജോലി നേടുക എന്നുള്ളതാണ് അടുത്ത എൻ്റെ ഒരു എയിമായിട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 വർഷം ബാങ്ക് കോച്ചിങ്ങിന് പോയി. അപ്പം ഏകദേശം ഒരുപാട് പ്രിലിംസിലൊക്കെ കയറി, മെയിൻസൊക്കെ ഒരു 0.25 എനിക്ക് ജസ്റ്റ് മിസ്സിൽ കുറേ മെയിൻസൊക്കെ പോയിട്ടുണ്ട്. ആ ഒരു ട്രാക്ക് പിടിച്ച് അടിപൊളിയായിട്ട് കയറി വന്നപ്പോഴാണ് പണ്ടാരം പിടിച്ച കോവിഡ് കയറി വന്നത്. അതോടുകൂടി എൻ്റെ ബാങ്ക് കോച്ചിങ് എന്ന് പറയുന്ന സാധനം അവിടെ നിന്നു. പിന്നെ 1 ഇയർ വീട്ടിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മാരേജ് കഴിഞ്ഞ് ഇങ്ങനെ നിന്ന് ഞാൻ എന്തെങ്കിലും പ്രൈവറ്റായിട്ട് ജോബ് നോക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് LLB എന്ന് പറയുന്ന ഒരു ആഗ്രഹം മനസ്സിൽ വന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റായിട്ട് ഞാൻ ജോബ് നോക്കുകയും ഒരിടത്ത് ജോലിക്ക് പോവുകയും ചെയ്തു. അപ്പോഴും എനിക്ക് മനസ്സിലായി എനിക്ക് ഇങ്ങനത്തെ ജോലികളോടൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി, എൻ്റെ പേഴ്സണാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയുള്ളൊരു ജോബാണ് എനിക്കിഷ്ടം. അങ്ങനെ ഞാനിരുന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് LLB എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മുമ്പിൽ വന്നത്. അപ്പം ഒരു അഡ്വക്കേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാം. നമ്മുടെ മാത്രം ചോയ്സാണ് ഒരു കേസ് എടുക്കണോ വേണ്ടയോ എന്ന്. അവിടെ നമ്മളെ പുഷ് ചെയ്യാനോ കമ്പൽ ചെയ്യാനോ ഒന്നും ആരും വരില്ല. അപ്പം അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു ഫീൽഡിനോട് എന്തോ ഒരു പ്രിയം തോന്നി. മാത്രമല്ല എൻ്റെ അച്ഛൻ എത്രയോ വർഷങ്ങളായിട്ട് വക്കീൽ ഗുമസ്തനായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പം അച്ഛൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് പണ്ട് മുതലേ ആ ഒരു ഫീൽഡിനോട് താല്പര്യമുണ്ട്. പക്ഷേ അതിനുള്ളൊരു ധൈര്യമോ ബോൾഡ്നെസ്സോ ഒന്നും എനിക്കുണ്ട് എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം എപ്പോഴും ഒരു പോയിന്റിൽ എനിക്ക് ആ ഒരു ധൈര്യം എന്നെക്കൊണ്ട് പറ്റും എന്നൊരു തോന്നലൊക്കെ എനിക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഞാൻ LLB ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ എൻറോൾമെൻറ്റ് ഡേയുടെ വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ റെഡിയായി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ കറക്റ്റ് 10 മണിക്ക് തന്നെ ഹൈക്കോടതിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അകത്ത് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് ലാഗായി, കാരണം ഫസ്റ്റ് സെക്ഷൻ വൈൻഡപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ടൈം കൊണ്ട് നമ്മൾ ഹൈക്കോടതിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത ശേഷം പിന്നെ നമ്മൾ അകത്ത് കയറി റിപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് നേരത്തെ തന്നെ ഓരോ സീറ്റ് നമ്പറൊക്കെ അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സീറ്റിലൊക്കെ വന്നിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇനാഗുറൽ സ്പീച്ചും നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിൻ്റെ സ്പീച്ചും ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ ഓത്ത് പറയിപ്പിച്ചു കേട്ടോ എല്ലാവരെ കൊണ്ടും. അത് കഴിഞ്ഞ് ഉടനെ തന്നെ എൻറോൾമെൻറ്റ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അകത്ത് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്ത് വീഡിയോസ് എടുക്കാൻ പാടില്ല എന്ന് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചിലവരൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ അതിന് മുതിർന്നില്ല കേട്ടോ. അവർ ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ള ഗൈഡ് ലൈൻസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡയറക്റ്റ് സ്റ്റേജിൽ വെച്ചിട്ടും അത് അനൗൺസ് ചെയ്തതുകൊണ്ട് നമ്മൾ ഫോണിൽ എടുക്കാൻ നിന്നില്ല. പക്ഷേ നമ്മുടെ ആ ഒരു സെഷൻ്റെ ലൈവ് നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള സ്ക്രീൻ റെക്കോർഡിങ്ങിലാണ് ഞാൻ ആ ഒരു വീഡിയോ ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ എൻറോൾമെൻറ്റ് കഴിഞ്ഞ ശേഷം ട്രിവാൻഡ്രം ബാർ അസോസിയേഷനിലെ പ്രസിഡൻറ്റിൻ്റെയും എക്സ് പ്രസിഡൻറ്റിൻ്റെയൊക്കെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി. അപ്പോൾ അച്ഛൻ അവിടെ വക്കീൽ ഗുമസ്തനായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുമായിട്ടൊക്കെ അത്യാവശ്യം പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മുമ്പിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയ ശേഷം സർട്ടിഫിക്കറ്റുമായിട്ട് ഞാൻ എൻ്റെ ഫാമിലിയോടൊപ്പം ഫോട്ടോ എടുത്തു. അപ്പം ഇതൊക്കെയാണ് എൻ്റെ എൻറോൾമെൻറ്റ് ഡേയുടെ അന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പം 1 അവർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. 11 to 12 ആയിരുന്നു ഞങ്ങളുടെ സെക്ഷൻ 2 ആയിരുന്നു എൻ്റെത്. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുന്നത് 11 to 12 ആയിരുന്നു. അപ്പോൾ നമ്മൾ കോഡിനകത്ത് വെച്ച് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നെക്സ്റ്റ് സെക്ഷൻ്റെ ടൈം ഒരു ദിവസം തന്നെ 4 സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഉടനെ തന്നെ എല്ലാവരും കോർട്ടിൽ നിന്ന് ലീവ് ചെയ്യണമായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. പിന്നെ നമ്മൾ നേരെ ഒരു ഹോട്ടൽ തേടിയുള്ള യാത്രയിലാണ് കേട്ടോ. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇനി എനിക്ക് പറയാനുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നന്ദിയാണ്. എനിക്ക് മെയിനായിട്ട് നന്ദി പറയാനുള്ളത് എൻ്റെ ഫാമിലിയോടാണ്. കാരണം എൻ്റെ ഫാമിലിയിലെ സ്ട്രോങ് സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക്
ഒരിക്കലും ഈ ഒരു അച്ചീവ്മെൻ്റ് എൻ്റെ ലൈഫിലേ ഉണ്ടാവില്ലായിരുന്നു. ഇതെന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. കാരണം എൻ്റെ മാരേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ LLBക്ക് ജോയിൻ ചെയ്യുന്നത്. ഇത് ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് പിന്നെയും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, വേണോ പറ്റുമോ നടക്കുമോ എന്നൊക്കെ ഉള്ളൊരു നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് ഹസ്ബൻഡിനും ജോബായിട്ടില്ല. അപ്പം എൻ്റെ പഠിത്തവും കൂടി ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഹസ്ബൻഡാണ് പറഞ്ഞത്, സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, അച്ഛനും എൻ്റെ ഹസ്ബൻഡും സ്ട്രോങ് ആയിട്ട് നിന്നു, ഇല്ല ജോയിൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും ഹസ്ബൻഡിൻ്റെയും സ്ട്രോങ് സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ LLBക്ക് ജോയിൻ ചെയ്തത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ LLBക്ക് ജോയിൻ ചെയ്തത്. അപ്പം എന്തായിരുന്നാലും നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പം എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പഠിക്കുമ്പോഴത്തേക്കും ചേട്ടൻ്റെ അമ്മയൊക്കെ എനിക്ക് ഉറങ്ങാതെ കൂട്ടിരിക്കാറുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചായയും കട്ടനും ഒക്കെ ഇട്ടുകൊണ്ട് വരുമായിരുന്നു. അങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ്. അതുപോലെ രാവിലെ ഞാൻ തിരക്ക് പിടിച്ച് എക്സാമിനൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും എൻ്റെ യൂണിഫോമൊക്കെ അയൺ ചെയ്ത് തരുന്നത് ചേട്ടൻ്റെ അച്ഛനായിരുന്നു. അതുപോലെ എനിക്കൊന്നും അറിയേണ്ട ആവശ്യം വന്നിട്ടില്ല. എനിക്ക് കാപ്പി എല്ലാം കൊണ്ട് എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ച് തരും ചേട്ടൻ്റെ അമ്മ. അങ്ങനെ എനിക്ക് അവരുടെ അടുത്തൊക്കെ ഭയങ്കര ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. അതൊന്നും എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ എൻ്റെ അച്ഛനും അമ്മയാണെങ്കിലും എൻ്റെ ചേട്ടനാണെങ്കിലും ഏറ്റവും കൂടുതൽ എനിക്ക് സ്പെഷ്യൽ നന്ദി പറയേണ്ട ഒരാളെന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയോടാണ് കേട്ടോ. അപ്പോൾ ചേച്ചി എൻറോൾമെൻറ്റ് ഡേയിൽ പങ്കെടുക്കാൻ പറ്റാത്തത് എനിക്ക് മറ്റൊരു സങ്കടമാണ്. കാരണം ചേച്ചി ഇപ്പം ചേട്ടൻ്റെ കൂടെ ആൻഡമാനിലാണ്. അപ്പം ചേച്ചിയും കുഞ്ഞുട്ടനും ചേട്ടനും പങ്കെടുക്കാത്തതിൽ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. എനിക്ക് അത്രയ്ക്കും നന്ദി പറയാനുള്ളത് ചേച്ചിയുടെ അടുത്താണ്. എല്ലാവരുടെ അടുത്തും നന്ദിയുണ്ട് കേട്ടോ. പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു പടി മുമ്പിൽ നിൽക്കുന്നത് ചേച്ചിയുടെ അടുത്താണ്. കാരണം ചേച്ചി അത്രയും സ്ട്രഗിൾ ചെയ്ത് എൻ്റെ കുഞ്ഞിനെ നോക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു LLB എന്ന് പറയുന്ന ഒരു കടമ്പ കടക്കാൻ പറ്റിയത്. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ കോളേജിലെ എൻ്റെ ഫ്രണ്ട്സായ ദീപ്തിയോടും രചന ചേച്ചിയോടുമാണ്. കാരണം ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടന്ന സമയത്ത് എനിക്ക് നോട്ട്സും മറ്റു വർക്കുകൾക്കും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത് ഇവർ രണ്ടുപേരുമാണ്. എനിക്ക് ഇവരുടെ അടുത്ത് ഭയങ്കര താങ്ക്സ് ഉണ്ട്. പിന്നെ അതുപോലെ എൻ്റെ മറ്റ് ഫ്രണ്ട്സായ രാഹുൽ ചേട്ടനും ഷിബു സാറിനും ഒക്കെ എനിക്ക് താങ്ക്സ് ഉണ്ട്. പിന്നെ എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ എൻ്റെ ചിന്നു ചേട്ടൻ്റെ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. പിന്നെ ദൈവത്തിനും ഒരുപാട് നന്ദി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ എൻറോൾമെൻറ്റ് ഡേ വിശേഷങ്ങൾ. അപ്പോൾ ഇനി പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.